നമസ്കാരം. മൈൻഡോറിയത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഓരോ ദിവസവും നിരവധി വികാരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. സന്തോഷം, ദുഃഖം, ഭയം, ദേഷ്യം. ചിലപ്പോൾ ഒരു ചെറിയ സംഭവം പോലും മണിക്കൂറുകളോളം നമ്മളെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഒരു ചിന്ത വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില വികാരങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഇന്ന് അതിൻ്റെ പിന്നിലെ ശാസ്ത്രം വളരെ ലളിതമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതാണ് മനസ്സിൻ്റെ അദൃശ്യ ലോകം. നമ്മൾ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ എന്താണ് മനസ്സ് എന്ന് മനസ്സിലാക്കണമല്ലോ. എന്താണ് മനസ്സ്? മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മനസ്സിനെ നമുക്ക് കാണാനോ സ്പർശിക്കാനോ ഒന്നും കഴിയില്ല. പക്ഷേ നമ്മുടെ ഓരോ ചിന്തയ്ക്കും ഓരോ വികാരത്തിനും ഓരോ തീരുമാനത്തിനും മേൽ പ്രവർത്തിക്കുന്നത് ആ അദൃശ്യ സംവിധാനമാണ്. അതാണ് മനസ്സ്. നമ്മളൊരു അനുഭവത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ ഓർക്കുന്നു, എങ്ങനെ സന്തോഷിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുന്നു, ഇതെല്ലാം മനസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. മനസ്സെന്ന് പറയുന്നത് തലച്ചോറല്ല. തലച്ചോർ ഒരു അവയവമാണ്. മനസ്സ് എന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ചിന്തകളും വികാരങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും ചേർന്ന ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. അതുകൊണ്ടാണ് മനസ്സിനെ മനസ്സിലാക്കാൻ തലച്ചോറിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമ്മൾ അറിയണം. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ എന്താ നടക്കുന്നത്? എങ്ങനെയാണ് ഒരു ചിന്ത രൂപപ്പെടുന്നത്? അപ്പോൾ നമ്മുടെ തലച്ചോറിൽ കോടിക്കണക്കിന് നാഡീകോശങ്ങളുണ്ട്. ഇവയെ നമ്മൾ ന്യൂറോണുകൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ഓരോ ന്യൂറോണിനും പരസ്പരം വിവരങ്ങൾ കൈമാറിക്കൊണ്ടാണ് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, എന്നാൽ ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണും തമ്മിൽ നേരിട്ട് സ്പർശിക്കുന്നില്ല. അപ്പോൾ എന്താണ് അവയ്ക്കിടയിലുള്ളത്? ഒരു ചെറിയ വിടവാണ്. ആ ഒരു ചെറിയ വിടവിനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. അപ്പോൾ ആ വിടവ് കടന്ന് സന്ദേശം എത്തിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന രാസവസ്തുക്കളാണ്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂറോൺ സന്ദേശം അയക്കുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സിനാപ്സിലേക്ക് പുറത്തു വിടുന്നു. മീൻസ് ഒരു ന്യൂറോണിൽ നിന്ന് ഒരു സന്ദേശം വരുമ്പോൾ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അവിടെ ഉത്ഭവപ്പെടുകയാണ്. അതിൽ നിന്ന് ആ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അടുത്ത ന്യൂറോണിലെ പോയി ഒട്ടിപ്പിടിക്കും. എന്നിട്ടാണ് ആ ഒരു സന്ദേശം കൈമാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഓർമ്മകളും പെരുമാറ്റങ്ങൾക്കും അടിസ്ഥാനമായി നിൽക്കുന്നത്. എന്നാൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് എല്ലാ ന്യൂറോ ട്രാൻസ്മിറ്ററുകളും ഒരേ ഒരു ജോലിയാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ ഓരോന്നിനും ഒരു പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എന്ത് നോക്കാം? പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഏതൊക്കെയാണ്, എന്നിട്ട് അവ നമ്മുടെ വികാരങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാ ന്യൂറോ ട്രാൻസ്മിറ്ററുകളും നോക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അവയുടെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെന്തൊക്കെ പ്രവർത്തികളാണ്, ഉത്തരവാദിത്വമാണോ ഉള്ളതെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൊപ്പാമിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അത് നമ്മളെ പ്രചോദിപ്പിക്കാനും ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കുന്നതാണ്. എന്തെങ്കിലും നേടിയ ഒരു സന്തോഷം അനുഭവിക്കുമ്പോഴൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം സാധിച്ചു എന്നൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പാമിൻ. ഓക്കെ, അടുത്തത് സെറോട്ടോണിൻ. അത് നമ്മുടെ മാനസികാവസ്ഥയെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. ശാന്തതയും തൃപ്തിയും അനുഭവപ്പെടുന്നതിൽ ഇത് പങ്കുവഹിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഗാബ. തലച്ചോറിനെ ശാന്തമാക്കുന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണിത്. നമുക്ക് ഭയങ്കര ഉത്കണ്ഠയും അമിത ഉത്തേജനവും ഒക്കെ ഒരു മോഡറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് മിതമായി കൊണ്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിറ്ററാണ് ഗാബ എന്ന് പറയുന്നത്. അടുത്താണ് ഗ്ലൂട്ടമേറ്റ്. അത് നമ്മളെ പഠനത്തിലും ഓർമ്മശക്തിയിലും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. ഇവയെല്ലാം ശരീരത്തിൽ ശരിയായ അളവിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും പെരുമാറ്റവും സന്തുലിതമായി നിലനിൽക്കുന്നത്. എന്നാൽ എല്ലാ വികാരങ്ങളെ സ്വാധീനിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ മാത്രം ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ വേറെയും ഒരു സംവിധാനമുണ്ട്. അതാണ് ഹോർമോണുകൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്ന ഹോർമോണുകളും അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഹോർമോണുകൾ? അത് നമുക്ക് നോക്കാം. അപ്പോൾ ഹോർമോണുകൾ എന്ന് പറയുന്നത്
അവയും രാസസന്ദേശകർ തന്നെയാണ്. പക്ഷേ ഇവ പ്രവർത്തിക്കുന്നത് നമ്മുടെ രക്തത്തിലൂടെയാണ്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് കെമിക്കൽ രാസപ്രവർത്തനത്തിലൂടെ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ ഹോർമോണുകൾ എന്താ ചെയ്യുന്നത്? ഹോർമോണുകൾ നമ്മുടെ രക്തത്തിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ചില ഹോർമോണുകൾ നമ്മെ അപകട സമയത്ത് വേഗത്തിൽ പ്രതികരിക്കാൻ സഹായിക്കും. ചിലത് നമ്മെ ശാന്തരാകാനും സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതിനൊക്കെ വേണ്ടി സഹായിക്കും. ഉദാഹരണത്തിന് കോർട്ടിസോൾ. ഓക്കെ, നമുക്ക് സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ വർദ്ധിക്കുന്ന ഒരു ഹോർമോണാണത്. അഡ്രിനലിൻ അപകട സമയത്ത് ശരീരത്തെ വേഗത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാക്കുന്നു. ഓക്സിറ്റോസിൻ സ്നേഹവും വിശ്വാസവും സാമൂഹിക ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും വികാരങ്ങളും രൂപപ്പെടുന്നത് തലച്ചോറ് മാത്രമല്ല, തലച്ചോറും ശരീരവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ അനുഭവങ്ങൾ രൂപപ്പെടുന്നത്. എന്ന ഒരു ചോദ്യം, ഇവയെല്ലാം ചേർന്ന് എങ്ങനെയാണ് ഒരു ഇമോഷണൽ ലൂപ്പ് ഉണ്ടാകുന്നത്? നമുക്ക് ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. അപ്പോൾ ഉദാഹരണം പറയാനായിട്ട്, നിങ്ങളൊരു സുഹൃത്തിനൊരു സന്ദേശം അയച്ചു എന്ന് വിചാരിക്കുക. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എന്ത് വന്നിട്ടില്ല? ഒരു റിപ്ലൈ വന്നിട്ടില്ല. അപ്പോൾ മനസ്സിൽ ഒരു ചിന്ത വരാം, അവരെന്നെ അവഗണിക്കുകയാണോ? അപ്പോൾ ഈ ഒരു ചിന്ത ഒരു വികാരത്തിന് കാരണമാകും. ഒരു പക്ഷേ വിഷമം അല്ലെങ്കിൽ ഉത്കണ്ഠ, ഇതോടൊപ്പം ശരീരത്തിൽ മാറ്റങ്ങളും സംഭവിക്കും. ഹൃദയമിടിപ്പ് കൂടും, ശരീരം മുറുകുന്ന പോലെ തോന്നും. പിന്നീട് ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതികരിക്കും. വീണ്ടും വീണ്ടും ഫോൺ നോക്കുന്നു, അതേ കാര്യം വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു, ഒരു പുതിയ ചിന്തകൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ച് പിന്നെയും നമ്മുടെ ഒരു പുതിയ ചിന്തയിലേക്ക് എത്തും. അതേ വികാരങ്ങൾ ശക്തമാകും. അപ്പോൾ അത് ഇങ്ങനെ ഒരു സർക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചിന്തകളും വികാരങ്ങളും പെരുമാറ്റവും പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ചക്രം പോലെ രൂപപ്പെടുന്നു. ഇതിനെയാണ് ഇമോഷണൽ ലൂപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ചക്രം ഒരിക്കൽ തുടങ്ങിയാൽ അത് എപ്പോഴും തുടരുമോ? അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഒരു ഇമോഷണൽ ലൂപ്പ് എങ്ങനെ രൂപപ്പെടുന്നതാണ്. ഇപ്പോൾ ഈ ഇമോഷണൽ ലൂപ്പ് കാണുമ്പോൾ നമുക്ക് പലർക്കും തോന്നും, ഇതൊക്കെ ശരിയാണ്, ഇത് എനിക്കുള്ളതാണെന്നൊക്കെ. പക്ഷേ ഇവിടെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ഈ ചക്രം നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ പലപ്പോഴും വിചാരിക്കുക, ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ എൻ്റെ ഇമോഷനുകളാണോ എന്നെ കൺട്രോൾ ചെയ്യാമെന്നൊക്കെയുള്ളൊരു ചിന്തയുള്ളവർക്ക് ശരിക്കും ഒരു നല്ല വാർത്തയാണ് ഈ ചക്രം നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളത്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മുടെ തലച്ചോറിന് പുതിയ രീതികൾ പഠിക്കാനും അതനുസരിച്ച് തലച്ചോറിൻ്റെ വയറിങ് മാറ്റാനും കഴിവുണ്ട്. അപ്പോൾ ആ ഒരു ചക്രം മാറ്റാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചക്രം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയലാണ്. അപ്പോൾ ഈ ഒരു ചക്രം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആ ഒരു തിരിച്ചറിയലിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഇപ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത്? ഈ വികാരത്തിന് പിന്നിലെ ചിന്തകൾ എന്താണ് എന്ന് നമ്മൾ സ്വയം ചോദിക്കുമ്പോൾ നമ്മൾ ഈ ചക്രത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. തുടർന്ന് ആ ഒരു ചിന്ത യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഒരു വ്യാഖ്യാനമാണോ എന്ന് പരിശോധിക്കണം. അത് കഴിഞ്ഞ് ഒരു നല്ല ആഴത്തിൽ ശ്വാസം എടുത്ത് വിടുക. കുറച്ച് നേരം അങ്ങനെ ചിന്തിക്കുക. കാരണം നമ്മൾ ശ്വാസം എടുത്ത് വിടുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലേക്ക് ഓക്സിജൻ വരും. അപ്പോൾ നമ്മുടെ ബുദ്ധി ആക്റ്റീവായിട്ട് നമ്മളെ ചിന്തിക്കാൻ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ അങ്ങനെ നമ്മൾ അങ്ങനെ ശ്വാസം വലിച്ചു വിട്ട് കുറച്ച് സമയം എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു ചിന്ത മാറാൻ തുടങ്ങും. പിന്നെ അങ്ങനെ മാറിയ ആ ഒരു ചിന്തേനെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ ഒരു സന്ദർഭത്തിനെ എനിക്ക് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഇമോഷണൽ ലൂപ്പിനെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്ലോലി നമ്മുടെ ബ്രെയിൻ ഒരു കാര്യം പഠിച്ചെടുക്കും. ഈ ഒരു സന്ദർഭത്തിനെ നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല എന്നത് നമ്മുടെ ബ്രെയിൻ പഠിച്ചെടുക്കും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ഒരു ചോദ്യം, ആ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഫസ്റ്റ് അവെയർ ആവുക. അതിനുശേഷം ആ ഒരു പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ ഒരു ആഴത്തിൽ ശ്വാസം വലിച്ചു വിട്ട് കുറച്ചും കൂടി ഒരു സമയം എടുത്തിട്ട് എന്ത് ചോദിക്കണം, ഈ ഒരു സന്ദർഭത്തിന് എനിക്ക് ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക. ഇതിപ്പോൾ ഞാൻ ഈ ചിന്തിക്കുന്നത് യാഥാർത്ഥ്യമാണോ അതെൻ്റെ തന്നെ ഒരു വ്യാഖ്യാനമാണോ എന്ന് ഫസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു വേറൊരു രീതിയിൽ അതിനെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു ചെറിയ മാറ്റം പോലും നമ്മുടെ ബ്രെയിനിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് മാറ്റുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മാറാനുള്ള ഒരു കഴിവിനെയാണ്, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു കഴിവാണ്, നമുക്കെല്ലാവർക്കും കിട്ടിയിട്ടുള്ളൊരു കഴിവാണ്. അതിനെയാണ് വിളിക്കുന്നത്, അതിന് വിളിക്കുന്ന ഒരു പേരാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ കഴിവാണ്. എന്തിനെ, ഒരു പുതിയ കാര്യം പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ചിന്താഗതികൾ നമ്മൾ തുടങ്ങുമ്പോഴോ ബ്രെയിനിലുണ്ടാകുന്നൊരു ചേഞ്ച്. അപ്പോൾ ആ ബ്രെയിനിൽ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിനും മാറ്റം വരുന്നുണ്ട്. സോ ഒരു കാലത്ത് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ഇനി വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല എന്നാണ്. എന്നാൽ ഇന്ന് ഗവേഷണങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. നമ്മുടെ തലച്ചോറിന് ജീവിതകാലം മുഴുവൻ ഒരു പുതിയ കാര്യം പഠിക്കാനും പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സ്വയം മാറാനുമുള്ള കഴിവുണ്ട്. ഈ ഒരു അത്ഭുതകരമായ കഴിവ് അതുകൊണ്ടൊരു പുതിയ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കുറേ പ്രായമായെന്ന് വിചാരിക്കുക, ഒരു 60 വയസ്സ് 65 വയസ്സൊക്കെ ആയെന്ന് വിചാരിക്കുക, നമുക്കിപ്പോൾ ഒരു പുതിയ കാര്യം പഠിച്ചെടുക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ വയറിങ് ചെയ്യുമെന്നതാണ് പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ. സോ ഒന്നിനും സമയം വൈകിയിട്ടില്ല എന്നൊരു ഗുഡ് ന്യൂസ് കൂടിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കിപ്പോൾ ഒരു പഴയ ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ് ഇത്രയും നാൾ നമ്മളിലുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കണം ഒരു പുതിയൊരു അവസരം, നമുക്ക് മാറ്റി ചിന്തിക്കാം. ആ ചിന്തകൾ നമ്മുടെ ബ്രെയിൻ ഉൾക്കൊള്ളുകയും ചെയ്യും. അത് നമുക്ക് നമ്മുടെ പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അത് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് എടുത്ത ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. ആ ഫോണിൽ മെസ്സേജ് ആരും കാണാതിരിക്കുന്നത് അല്ലേ, ആ ഒരു ഫ്രണ്ട് കാണാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. പക്ഷേ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി അതിപ്പോൾ അവരെന്നെ അവഗണിക്കുന്നതാണെന്നൊന്നും പറയാതെ അവർ തിരക്കായിരുന്നിരിക്കാം അല്ലേ, അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ട്. സോ ആ ഒരു ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം സഹായിക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റിയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ വലിയൊരു കപ്പാസിറ്റിയാണ്. വെറുതെ നമ്മൾ എത്രയോ ടൈമാണ് ഒരു നെഗറ്റീവ് ഇതിൻ്റെ പേരിൽ നമ്മുടെ എത്രയോ ആരോഗ്യമാണ് നമ്മൾ കളയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു അഡ്വാൻറ്റേജാണ് നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഇമോഷണൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട്, അതിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാകുന്ന അവസരങ്ങളോ എന്തുമായിരിക്കാം, ഏതൊരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ തന്നെ ചിന്താഗതികൾ കൊണ്ട് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമ്മുടെ ബ്രെയിന് നമ്മൾ റീവയർ ചെയ്യുന്നു, കുറച്ചും കൂടിയും പോസിറ്റീവായി ചിന്തിക്കുന്നു. ആ ഒരു പോസിറ്റീവ് ചിന്താഗതി കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ റിലീസുകൾ പോസിറ്റീവായിട്ടുള്ളതാവുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തും മനസ്സിൻ്റെ ഹെൽത്തും ഒരു ഇമോഷൻ കൊണ്ട് കൺട്രോൾ ആവാതെ നമ്മൾ അതിനേക്കാളും ഇമോഷനുകളെക്കാളും മുകളിൽ നമ്മുടെ ഇപ്പം ഇത് പറയുമ്പോൾ നമുക്ക് ഇമോഷൻസ് ഉണ്ടാവില്ല എന്നോ അല്ലെങ്കിൽ അവ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേറൊരു ലെവലിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാൻ പറ്റും എന്നതാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് നമ്മുടെ ഇമോഷണൽ ലൂപ്പ് നമ്മൾ നിർവചിക്കേണ്ട കാര്യമില്ല അല്ലേ, അത് മാറാൻ കഴിയുന്നൊരു രീതിയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിൻ്റെ ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യണം. ഒരു കാര്യം, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ശരീരത്തിൻ്റെ മസിലുകളെ ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്കൊരു കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്യത, ലൈക്ക് ഇന്ന് ചെയ്താൽ നാളെയും ചെയ്യും, അങ്ങനെ നമ്മളതങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു പെരുമാറ്റ രീതിയിൽ മാറ്റം വരുന്നത്. നമ്മുടെ ചിന്തകൾ പുതിയൊരു
രീതിയിലേക്ക് മാറ്റി നമ്മുടെ തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുന്നത്. സോ ഇത് നമ്മൾ പഠിച്ചതിൻ്റെ ഇന്നൊരു നടത്തിയ ഒരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടതെന്നൊന്നും കൂടി ഒന്ന് സംഗ്രഹിച്ചെടുത്താലോ. ഇന്ന് മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സംഭവം, അതിൽ നിന്നൊരു ചിന്ത വരും, ആ ചിന്തയിൽ നിന്നൊരു വികാരം ഉണ്ടാകുന്നു, ആ വികാരം ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നീട് അത് നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. അങ്ങനെ ഈ ചക്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് ഒരു ഇമോഷണൽ ലൂപ്പ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ പ്രക്രിയയിൽ നമ്മുടെ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളും ന്യൂറോ ട്രാൻസ്മിറ്ററുകളും ഹോർമോണുകളും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ തലച്ചോറിന് മാറാൻ കഴിയും. അതുകൊണ്ട് നമുക്കും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ക്രമേണ ആരോഗ്യകരമായ ഒരു ദിശയിലേക്ക് നയിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ തന്നെയാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ബ്രെയിനിന് ചേഞ്ച് ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ എന്തും നമ്മൾ ഒരു ലൂപ്പ് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൈക്കിൾ പോലെ അങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാവുന്നത്. ആ സെയിം മെത്തേഡ് നമുക്ക് പോസിറ്റീവ് വേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതികളും ജീവിതശൈലിയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമോഷണൽ ലൂപ്പിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഓൾസോ ഇഫ് യു ലൈക്ക്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.